ഹായ്. നെക്സ്റ്റ് മൺഡേ മുതൽ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് പോകുന്നതാണ്. അപ്പം വിനു ഉണ്ട്, വിനു ഇപ്പം വന്നതാണ്. അതിന് വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാണ്. അതിപ്പം തന്നെ വെച്ചാൽ 10 o'clock ആകുമ്പോഴല്ലേ ഷോപ്പ് അടയ്ക്കത്തുള്ളൂ. പിന്നെ ഈ ട്യൂസ്ഡേ പോകാമെന്ന് വിചാരിച്ചപ്പോൾ മഴയും ചെളിയാണ്, ഞാൻ പോയില്ല. അപ്പോൾ വിനുവിനോട് പറഞ്ഞു നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വിനു വന്നതാണ്. അപ്പം ഞാൻ പറയുന്നില്ല എന്ത് കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ അതൊക്കെ പറഞ്ഞ് ചാടയിട്ട് വീഡിയോ ഇട്ടിട്ട് പിന്നെ പോകാൻ പറ്റിയില്ലല്ലോ, അതൊന്നും ശരിയാകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് അല്ലേ. ഞാൻ ചാട അടിച്ച പോലെ ആയിപ്പോൾ അത് വേണ്ട. എന്താണ് വിനുവിൻ്റെ അഭിപ്രായം? ചിലപ്പോൾ ഈ ആവേശം ഞായറാഴ്ച രാത്രി ആകുമ്പോൾ കെട്ടടങ്ങും. ആ കെട്ടടങ്ങാതിരിക്കാൻ വേണ്ടിയാ അവിടെ പോയിട്ട് സാധനങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞായറാഴ്ച വരെ ഇനി ഈസ്റ്ററിൻ്റെ ഫുഡൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇനി മൈൻഡ് മാറുമോയെന്ന് എനിക്കറിയില്ല. ഈസ്റ്ററിന് ഞങ്ങൾക്ക് ഫുഡ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. വിനു വരും. വിനു എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. വിനു കൂടെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ശനിയാഴ്ച ഞാൻ പാതിരയ്ക്ക് പള്ളിയിൽ പോകും, അതും പോകും. നമുക്ക് അങ്ങനെ പള്ളി അമ്പലം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് പള്ളി എവിടെ പോയാലും തമ്പുരാൻ തന്നെ ഇഷ്ടം. അപ്പം ഞാൻ നേരത്തെയാണ് ഞാനിവിടെ ചെല്ലാം. രാത്രി 2 മണിയുടെ മാസമാണെങ്കിൽ ഞാനില്ല, കാരണം എനിക്ക് സൺഡേ വർക്കിന് കയറണം. അപ്പം മറ്റേ 11:30 എത്ര പറയാം, 11 മണിക്ക് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 11 മണിക്കാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 11 മണിക്കാണെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. 2 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വന്നാലും തിരിച്ചു വരുമ്പോഴത്തേന് വെളുപ്പാവും. പിന്നെ രാവിലെ എനിക്ക് സലൂണിൽ കയറണ്ടേ. സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഒക്കെ നമുക്ക് അത്യാവശ്യം വർക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ അന്നേരം എന്തായാലും നമുക്ക് പോകണം. സോ അപ്പോൾ ഞാനവിടെ ഷോപ്പിങ്ങിനോട്ട് പോവാണ്. കഴിച്ചോ വിനു? എന്താ കഴിക്കണ്ടേ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട ആക്ച്വലി. എനിക്കൊരു അവക്കാഡോ ഷേക്ക് മതി. ഓക്കെ, അല്ല കഴിക്കാനാണെങ്കിൽ കഴിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു നടപ്പാകുമായിരുന്നു. ഓക്കെ, അവക്കാഡോ ഷേക്ക് ആണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് അല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാനും വേണോ? മലബാർ തട്ടുകട അല്ലേ? തട്ടുകട ചിക്കൻ ഫ്രൈ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 2 പീസ് തട്ടുകട ചിക്കൻ ഫ്രൈയും, പ്രോട്ടീനല്ലേ ഫ്രൈ, കുഴപ്പമില്ല. പിന്നെ നോക്കാം, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. കട്ട്ലേറ്റ്. ഡൂവിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ വന്നേ. ജോലിയോടുള്ള ആത്മാർത്ഥത, ഡൂവിനുള്ള പരസ്യം. 9 വർഷം കൊണ്ട് കഞ്ഞി കുടിക്കുന്നതല്ലേ. അല്ല, ഡൂവിലോട്ട് മാറിയിട്ട് എത്ര വർഷം ഇപ്പം? ആദ്യം എത്തിസലാത്തിലായിരുന്നു 2 years. ഞാനൊരു സൂപ്പ് വേണം. കുറച്ച് ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പെരുന്നാൾ വന്നിട്ടൊന്ന് വെയിറ്റ് പോകും. അപ്പം അതിൻ്റെ ബാലൻസ് 1 കിലോ വെയിറ്റാണ് കൂടിയത് തന്നെ. അതിപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ 1 കിലോ 2 കിലോ 2 കിലോ 3 കിലോ ഞാൻ എപ്പോഴും അതൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നോക്കും. അപ്പം വിനു ചിക്കൻ ഉണ്ട്. വിനു എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ചിക്കൻ ക്വാർട്ടർ ഡീപ് ഫ്രൈ, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ വിത്ത് ചീസ്, അത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു മട്ടൻ സൂപ്പ്, 2 പൊറോട്ട. ഇവിടുത്തെ അപ്പം ആക്ച്വലി നല്ലതാണ്. മറ്റേ പാലപ്പം ഇല്ലേ, വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഇപ്പോൾ കഴിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ. അപ്പം എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല, എന്നാലും പാലങ്ങളിൽ പരപ്പം കഴിച്ചിട്ടുണ്ടല്ലോ, അതേ സെയിം തന്നെ ഇവിടുത്തെ ടേസ്റ്റ്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി അല്ലേ, ഒരു റെസ്റ്റോറൻറ്റിലും കണ്ടിട്ടില്ലേ. മാങ്ങ ചേർത്ത് നാടൻ മീൻ കറി.
ഇവരുടെ കപ്പപ്പുഴുക്കും ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ്. രാത്രിയിൽ അങ്ങനെ കപ്പ കഴുകി തന്നാൽ ഗ്യാസ് കത്തില്ല. ഒരു ചമ്മന്തി നല്ലത്. കുറച്ച് വറ്റൽമുളക് വാങ്ങിക്കണം തിരിച്ചു വരുമ്പോൾ. നാളെ ദുഃഖവെള്ളിയല്ലേ, കഞ്ഞിയും ചമ്മന്തി അത് മതി. എൻ്റെ സൂപ്പ് വന്നു. ഇതിൻ്റെ പേരെന്താ പറയുക? ചീസ് വിത്ത് ഇഫ ചിക്കൻ. ഓക്കെ, ഇത് ചിക്കൻ ഡ്രൈ. ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ. ഇച്ചിരി ഉപ്പ് കൂടുതലോ? ചീസിൻ്റെ 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 ഉപ്പ് അല്ല, ചീസിൻ്റെ ഉപ്പാണ്. ഫ്രൈ ചെയ്യേണ്ട ഐറ്റമല്ലോ. ഇപ്പം പക്ഷേ ചിക്കൻ ഫ്രൈ അല്ല, ഫ്രൈ ആയിട്ടില്ല ചിക്കൻ. എനിക്കൊന്ന് പക്ഷെ കുക്കാണ്, പക്ഷെ വേറൊരു ടേസ്റ്റ്. ഓക്കെ അത്രയേ ഉള്ളൂ. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ ആ ഫ്രൈ നല്ല. അതിന് ഞാൻ സൂപ്പ് കൊടുക്കണം. നാരങ്ങ വേണം. സൂപ്പ് അടിപൊളി. നമുക്ക് കുറച്ച് നാരങ്ങയും കൂടി പിഴിയാം. എനിക്ക് നാരങ്ങ പിഴിയുന്ന ഇഷ്ടമാണ്. അതാ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇച്ചിരി കൂടെ വേണം. കണ്ട നിറയെ മട്ടൺ പീസസ് ഉണ്ട്. എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈവിനും? ഇത് ആവശ്യമില്ലായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടു വിനോന്? ഇത് സൂപ്പറാണ്. ഇത് ഞാൻ ആ ചീസുള്ള ഭാവം എടുത്ത് വെച്ചോണ്ടായിരിക്കും എനിക്കത്. ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റ്.